420 വർഷം മുമ്പ് ഷേക്സ്പിയർ എഴുതിയ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന നാടകം ഇപ്പോഴും അനശ്വര പ്രണയത്തിൻ്റെ പ്രതീകമായി വായിക്കപ്പെടുകയും ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു. ഇറ്റലിയിലെ ചെറുപ്പക്കാരനായ റോമിയോവും ജൂലിയറ്റും തമ്മിലുള്ള മനോഹരമായൊരു പ്രണയബന്ധമാണ് ഈ നാടകത്തിൽ എടുത്തു പറയുന്നത്. റോമിയോയുടെ കുടുംബവും ജൂലിയറ്റിൻ്റെ കുടുംബവും ആയിരക്കണക്കിന് വർഷങ്ങളായി ശത്രുതയുള്ള രണ്ട് വലിയ തറവാടുകളാണ്. ഈ രണ്ട് കുടുംബങ്ങളിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കുകയോ മുഖത്ത് നോക്കുകയോ പോലും ചെയ്യാറില്ല. ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും വലിയ കലാപങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ രണ്ട് കുടുംബാംഗങ്ങളിലെ അംഗങ്ങൾ തമ്മിൽ യാതൊരു പരസ്പര ബന്ധവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് റോമിയോ ജൂലിയറ്റിൻ്റെ കൊട്ടാരത്തിലേക്ക് രഹസ്യമായി ഒരു സൽക്കാരത്തിനിടയ്ക്ക് പ്രവേശിക്കുന്നതും അവളെ കണ്ട ഉടൻ അനുരാഗബദ്ധനാകുന്നതും. അതുപോലെ ജൂലിയറ്റും റോമിയോയെ കണ്ട ഉടനെ ഇഷ്ടപ്പെടുകയുണ്ടായി. അന്ന് രാത്രി റോമിയോ ജൂലിയറ്റിൻ്റെ ബാൽക്കണിക്ക് താഴെ പ്രത്യക്ഷപ്പെടുകയും പ്രണയാഭ്യർത്ഥന നടത്തുകയും ചെയ്തു. ജൂലിയറ്റ് ഇത് സ്വീകരിക്കുകയും കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്തു. എങ്കിലും പൗരാണികമായ ശത്രുതയുള്ള ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒരു വിവാഹബന്ധം സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് പട്ടണത്തിലെ ഒരു പുരോഹിതൻ റോമിയോയെയും ജൂലിയറ്റിനെയും രഹസ്യമായി സഹായിക്കുകയും കല്യാണം നടത്തിക്കൊടുക്കുകയും ചെയ്തു. അന്ന് രാത്രി റോമിയോ ജൂലിയറ്റിൻ്റെ ബെഡ്റൂമിൽ എത്തുകയും അവർ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു. ജൂലിയറ്റിൻ്റെ അച്ഛൻ റോമിയോയെ നാടുകടത്തുകയും തിരിച്ചു വന്നാൽ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. രണ്ടുപേരെയും ഒരുമിപ്പിക്കാൻ വേണ്ടി ജൂലിയറ്റിനോട് പുരോഹിതൻ മയക്കുമരുന്ന് കഴിച്ച് മരിച്ചതുപോലെ അഭിനയിക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ജൂലിയറ്റ് മരിച്ചു എന്ന വാർത്തയാണ് റോമിയോയുടെ ചെവിയിലെത്തിയത്. അദ്ദേഹം സംഭവസ്ഥലത്തെത്തുകയും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്ന ജൂലിയറ്റ് റോമിയോ ആത്മഹത്യ ചെയ്ത വിവരമറിഞ്ഞ് കഠാര കൊണ്ട് സ്വയം കുത്തി പരിക്കേൽപ്പിച്ച് ആത്മഹത്യ ചെയ്തു. വിവരമറിഞ്ഞ് രണ്ട് കുടുംബത്തിലെയും അംഗങ്ങൾ സ്ഥലത്തെത്തുകയും റോമിയോയെയും ജൂലിയറ്റിനെയും ഒരേ കല്ലറയിൽ ഒരുമിച്ച് മറവ് ചെയ്യുകയും ചെയ്തു. അതോടുകൂടി ആ കുടുംബങ്ങൾ തമ്മിലുള്ള പൗരാണികമായ ശത്രുതയും അവസാനിച്ചു. നാടകത്തിൻ്റെ അവസാനത്തെ വാചകം "For never was a story of more woe than this of Juliet and her Romeo" എന്നാണ്. ചരിത്രത്തിൽ ഇത്രയധികം ആളുകളെ കരയിപ്പിച്ച മറ്റൊരു കഥയുണ്ടായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മനോഹരമായ ബാൽക്കണികളെ എഞ്ചിനീയർമാർ ജൂലിയറ്റ് ബാൽക്കണി എന്നാണ് വിളിക്കുക. യുറാനസ് ഗ്രഹത്തിൻ്റെ രണ്ട് ഉപഗ്രഹങ്ങളെ ഈ നാടകത്തിൻ്റെ ഓർമ്മക്കായി ജൂലിയറ്റ് എന്നും മാബ് എന്നും വിളിക്കുന്നു.